സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ബോച്ചേനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമ്മുടെ കേരളത്തിൻ്റെ പോക്കിത് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണ്ടൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീനെ തോണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ ജയിലിലിട്ടിരുന്നു. അവനെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാപ്പായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ബോച്ചയ്ക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പതിയാണ്. അതായത് ആ സിമ്പതി ഇങ്ങനെ ബോച്ചെ നേടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ചെയ്തത് മഹാ ഊളത്തരം തന്നെയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ബോച്ചയ്ക്ക് അതിൻ്റെ ശിക്ഷയും കൊടുക്കണം. പക്ഷേ ബോച്ചെ മാത്രമാണോ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് ചില പ്രോഗ്രാമുകളിൽ, അതുപോലെ തന്നെ സിനിമകളിൽ, ഇപ്പോൾ ഹണി റോസ് തന്നെ അഭിനയിച്ച ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ സിനിമയിൽ കാട്ടിയ അത്ര ഊളത്തരൊന്നും ഈ ബോച്ചയൊന്നും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ സിനിമാ താരങ്ങളും മറ്റുള്ളവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോച്ചയെ മാത്രം പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടായിരിക്കാം ബോച്ചയ്ക്ക് ഈ ഒരു സഹതാപ തരംഗം കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പല തവണ ഈ ഹണി റോസിനെ വളരെ മോശമായ രീതിയിൽ അയാൾ സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ പറഞ്ഞാണ് ശരി, രാഹുലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇത് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബോച്ചയ്ക്ക് ഇന്ന് കിട്ടിയ ഒരു സ്വീകരണം ഒരുപാട് സ്ത്രീകൾ പറയുന്നത് കേട്ടു. ഞങ്ങളുടെ അന്നദാതാവാണ് ബോച്ചെ, അതുപോലെ തന്നെ ബോച്ചയെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസിനെ ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. അതായത് ഹണിയിലൂടെ ഒരു കേസ് കൊടുക്കുക, അങ്ങനെ ബോച്ചയെ ഒതുക്കുക എന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ബോച്ചയ്ക്ക് ജാമ്യം നിഷേധിക്കുന്നു, ബോച്ചെ ജയിലിൽ കിടക്കുന്നു. ഇപ്പോഴും ബോച്ചെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബോച്ചെ ഇതിനു മുന്നേ ഹണിയോട് മാപ്പ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ബോച്ചയുടെ ആ മാപ്പ് സ്വീകരിക്കാമായിരുന്നു. ഇനി ഞാനിത് പറയില്ല, ഇനി ഇങ്ങനെ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് ബോച്ചെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഹണി പറഞ്ഞു മാപ്പ് വേണ്ട, ജയിലിൽ തന്നെ കിടക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ മറ്റുള്ള ബിസിനസ്സുകാർ ഉണ്ടാകാം എന്നാണ് എനിക്ക് ഒരു സംശയം. അതായത് ബോച്ചയെ ബിസിനസ് ചെയ്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനസമ്മതി എന്താണെന്ന് വെച്ചാൽ ബോച്ചയ്ക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ബോച്ച ചെയ്യാറുമുണ്ട്. അതായത് വലിയ പണക്കാരനാണെങ്കിലും ബോച്ച സാധാരണക്കാരുടെ കൂടെയൊക്കെ തോളിൽ കൈയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രവുമല്ല, ഈ ബോച്ചയെ കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഈ ജ്വല്ലറി ഉടമകളെയോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരെയോ കാണുന്നത് പോലെയല്ല, ബോച്ചയെ ആർക്ക് വേണമെങ്കിലും പോയിട്ട് കാണാം എന്നുള്ളതാണ്. അപ്പോൾ ബോച്ചയ്ക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹണി റോസിനോട് ഇപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യമാണ് തോന്നിയിരിക്കുന്നത്. ഇത് ഹണി റോസിന് ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിക്കും. അതായത് ഹണി റോസിന് ഇനി ഉദ്ഘാടനങ്ങൾ കിട്ടാൻ വലിയ പാടായിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണില്ല. അതായത് നമുക്കെല്ലാവർക്കും അറിയാലോ, ജനങ്ങൾ വെറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. ഹണി റോസ് പറഞ്ഞിരിക്കുന്നതിൽ ഒരു കുഴപ്പവും ഉണ്ട് എന്നല്ല, ഹണി റോസിനെ പറഞ്ഞത് വളരെ മോശം തന്നെയാണ്. ഒരിക്കലും ബോച്ചയെ പോലെയുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. ബോച്ചയെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് തന്നെ വലിയ തെറ്റ് തന്നെയാണ്. അതിന് ബോച്ചയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലൊരു ശിക്ഷ കൊടുക്കണം. പക്ഷേ അപ്പോഴും ഞാൻ പറയുകയാണ്, മറ്റുള്ള പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തു നിൽപ്പുണ്ട്. അതായത് ബോച്ചയെക്കാട്ടും വളരെ മോശമായിട്ട് പ്രതികരിച്ച ചില ആൾക്കാർ, ചില രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ, ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമാ താരങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പുറത്ത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന ആ സീരിയലിൽ ബാലു എന്ന് പറയുന്ന കഥാപാത്രത്തിനെതിരെയും അതുപോലെ തന്നെ PS ശ്രീകുമാർ, ഇവരൊക്കെ രണ്ടുപേർക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ വന്നിരുന്നു. എന്നിട്ട് ഇവരെ എന്തെങ്കിലും ചെയ്തോ, ഇവരെ അറസ്റ്റ് ചെയ്തോ, ഇവരെ ജയിലിലാക്കിയോ, ഇതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുകേഷിനെതിരെ വന്നിരുന്നു. അങ്ങനെ പലർക്കെതിരെയും ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നപ്പോഴേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. എവിടെയും ഒളിവിൽ പോയിട്ടില്ല. അവരൊക്കെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട, കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തരത്തിൽ ഈ ഒരു ബോച്ചയെ പോലെയുള്ള ഒരാളെ വേട്ടയാടുമ്പോൾ മറ്റുള്ള രീതിയിൽ മറ്റു പലരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ബോച്ചയെ മാത്രമല്ല തെറ്റുകാരൻ, മറ്റു പലരും തെറ്റുകാരനാണ്. ബോച്ചയെക്കാട്ടിയും തെണ്ടിത്തരം ചെയ്തവരൊക്കെ വെളിയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുമ്പോൾ, നമ്മുടെ സ്ഥിര കേന്ദ്രങ്ങളിൽ വരെ ഇരിക്കുമ്പോൾ, ബോച്ചയെ പോലെയുള്ള ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അയാൾക്ക് സഹതാപ തരംഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ബോച്ചയുടെ ഒരു വിജയം തന്നെയായിട്ടാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. കാരണം
എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ജയിലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും ഉണ്ടാവില്ല. ഞാനടക്കം അങ്ങനെയാണ് വിചാരിച്ചത്. ഇനി ബോച്ചെ പൊങ്ങി വരാൻ വലിയ പാടാണ്. അതായത് ബോച്ചെ ഇനി ആരും അംഗീകരിക്കില്ല. പക്ഷേ ഇനിയാണ് ബോച്ചയുടെ കളി കാണാൻ പോകുന്നത്. ബോച്ചെ ഇനി മറ്റൊരു തരത്തിലാണ് നീങ്ങാൻ പോകുന്നത്. അതായത് ബോച്ചയ്ക്ക് ഇനി ഒരുപാട് ആൾക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു പരിപാടി ബോച്ചെ ഇവിടെ കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഹണി റോസിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സിനിമ ഉണ്ടാവില്ല, സിനിമ ഇറങ്ങിയാൽ കാണാൻ ആളുണ്ടാവില്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ റിലീസ് വരെ മാറ്റി വെച്ചിരിക്കുകയാണ്, കാണാൻ ആളുണ്ടാവില്ല, അതുറപ്പാണ്. അപ്പോൾ ഹണി റോസിനെ ആരൊക്കെയോ മാധ്യമപ്രവർത്തകരായാലും മറ്റുള്ളവരായാലും എല്ലാവരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസിന് പോയിക്കൊള്ളുക, ഈ ദിലീപിൻ്റെയൊക്കെ അവസ്ഥ വരട്ടെ, കുറേ നാൾ ഉള്ളിൽ കിടക്കും, ഒരു 5-6 മാസം ഉള്ളിൽ കിടക്കും, ഇപ്പോഴൊന്നും ജാമ്യം കിട്ടത്തില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് പേര് ഇതുപോലെ ഈ ഹണി റോസിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹണി റോസിന് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമമായിട്ട് മാറിയിരിക്കുകയാണ്. ഹണി റോസിന് തന്നെ പിന്നീട് തോന്നി ബോച്ചെ എങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സന്തോഷവതിയല്ല, ഒരാളെ ജയിലിലിട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് ആഹ്ലാദമില്ല. അതായത് ബോച്ചയുടെ 2ഓളം ഉദ്ഘാടനങ്ങളിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾ, ഇപ്പോൾ സുചിത്ര നായരൊക്കെ പറഞ്ഞത് അന്ന് പ്രതികരിക്കാതെ എന്തുകൊണ്ടാണ് ഇന്ന് പ്രതികരിച്ചത് എന്നാണ്. കോടതി അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറുപടിയല്ല, ഇപ്പോഴുള്ള വിധി ന്യായത്തിൽ അന്ന് പ്രതികരിക്കാത്തത് ആ സ്ത്രീയുടെ മാന്യതയാണ്. അന്ന് പ്രതികരിച്ചിരുന്നുവെങ്കിൽ ബോച്ചെ വേറൊരു ഇതുമായി പോവുമായിരുന്നു. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണി റോസിന് നല്ല രീതിയിൽ പിന്തുണയും കിട്ടിയേനെ. ഇപ്പോഴും ഹണി റോസിന് എന്തുകൊണ്ട് പിന്തുണ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവരെ കാണാൻ വേണ്ടിയിട്ട് അവിടെ തടിച്ചു കൂടുന്നത് ഒരു പ്രത്യേക ഞരമ്പന്മാരാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ന് പറയുന്നത് കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഞരമ്പന്മാർ പോയിട്ട് അവിടെ ഇന്ന് ഒച്ചയും ബഹളങ്ങളും ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഉദ്ഘാടനം മാത്രം ചെയ്യുന്ന ഒരു സിനിമാ താരമുണ്ട്. ഏതൊരു 2-3 സിനിമയിൽ മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ഫുൾ ഉദ്ഘാടനം മാത്രമാണ്. അപ്പോൾ ഇവർ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കി ആരാണ് ഇവിടെ വരുന്നത്. ഞാൻ നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളൊന്നുമില്ല, ഒറ്റ സ്ത്രീകൾ പോലുമില്ല. വരുന്നത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയണ്ടത്, അതിൻ്റെ അകത്ത് 60-70 വയസ്സുള്ള ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നത് എന്തിനാണ്? ഇവരെ കാണാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ ഏത് ഡ്രസ്സാണ് ഇവർ ഇടുന്നത്, ഇന്ന് ഏത് മോഡലിലാണ് ഇവർ വരിക എന്ന് കാണാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നവരെയാണ് ഞാൻ കണ്ടത്. കുറച്ച് നാൾ മുമ്പ് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ കൊല്ലത്ത്, ഒരു വെഡ്ഡിങ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനമാണ്. അതിൽ രശ്മിക മന്ദാന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് വന്നത്. ആ രശ്മിക ഇട്ടിരിക്കുന്ന വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയപ്പെട്ടു പോകും. അതായത് നല്ല കേരള തനിമയിൽ സാരിയൊക്കെ എടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അല്ലാതെ അവർക്ക് വേണമെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും വരാം. ഒരു പക്ഷേ ഉദ്ഘാടനത്തിന് വിളിക്കാൻ പോയ ആൾക്കാർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, രശ്മിത മന്ദാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, ഈ തെലുങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അങ്ങനെ അഭിനയിക്കുന്നതാണ്. അപ്പോൾ അതേ മോഡലിലാണ് വരിക എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവർ റിയൽ ലൈഫിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം ഡീസൻറ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ തിളങ്ങാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉദ്ഘാടനം കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട്. ഇവരൊന്നും കാണാനോ അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ട് ഫോട്ടോ എടുക്കാനോ ഒന്നും അല്ല ആൾക്കാർ വരുന്നത്. ഇവരിട്ടിരിക്കുന്ന ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ടും ഇവർ എങ്ങനെയാണ്, ഇവർ ഇന്ന് ഏത് ഡ്രസ്സിലാണ് വരിക എന്ന് ആകാംക്ഷയോട് കാത്തിരിക്കുന്നവരുമാണ്. കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, സണ്ണി ലിയോൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നപ്പോഴേ കൊച്ചിയിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ സണ്ണി ലിയോണിനെ കാണാൻ വേണ്ടി വന്ന സ്ത്രീകളാണോ? ഒരിക്കലുമല്ല, ഇതുപോലെയുള്ള കുറേ ഞരമ്പന്മാർ മാത്രമാണ്. അപ്പോൾ ഇനിയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ചയുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഉണ്ടാകരുത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉദ്ഘാടനത്തിന് പോകാം, വളരെ മാന്യമായിട്ട് പോവുക, അതുപോലെ തന്നെ വരിക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരും വിളിക്കാനും ഉണ്ടാവില്ല കേട്ടോ, അതൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.